പ്രവാചകർ പറയുന്നു, സ്വർഗത്തിൽ കിടക്കുന്ന ഭാര്യമാര് ആദ്യം സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണേതെന്നറിയോ? ഭാര്യമാരുടെ വിഭാഗത്തെ സ്വർഗത്തിലേക്ക് കിടത്തുമ്പോ അതിലാദ്യം കിടക്കുന്ന പെണ്ണ്. സ്വർഗത്തിലേക്ക് ആദ്യം കിടക്കുന്ന ഭാര്യമാരുടെ വിഭാഗത്തിൽ ആദ്യം കിടക്കുന്ന പെണ്ണ്. അങ്ങനെയൊന്നും കിടക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? ചിന്തിച്ചു നോക്കി. സ്വർഗത്തിൽ ഭാര്യമാരുടെ വിഭാഗത്തിൽ ആദ്യം കിടക്കുന്ന പെണ്ണ് ആരാന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ഭർത്താവ് പിണങ്ങുമ്പോൾ, ഭർത്താവ് ഇണക്കം മറക്കുമ്പോൾ, ഭർത്താവിന്റെ മുഖം കറുക്കുമ്പോൾ, ഭർത്താവ് നെയ്യുമായിട്ട് നിസ്സഹകരണം നടിക്കുമ്പോൾ, ആ ഭർത്താവിന്റെ മുന്നിൽ പോയിട്ട് ഭർത്താവിന്റെ രണ്ട് കൈയും പിടിച്ചിട്ട് വാരിപ്പിടർന്നിട്ട് ലാ അസ്തഹിലു ബിഉമ്മിൻ ഹത്താ തർലാ, ലാ അസ്തഹിലു ബിഉമ്മിൻ ഹത്താ തർലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പിണക്കം തീർക്കുന്നവരെ ഞാനിനി ഉറങ്ങില്ല. അങ്ങനെ പറയണ പെണ്ണ. പിന്നെ അതിൽ കുറച്ചുള്ള ഉറക്കം മതി. താത്തവരെങ്ങനെ ഇണങ്ങോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളൊന്ന് പിണങ്ങിയപ്പോൾ, അലി റളിയല്ലാഹു അൻഹു ഒന്ന് പിണങ്ങിയപ്പോ എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ? ആ പഴയ ഒരു സൗഹൃദത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് അലിയാര് തങ്ങളൊന്ന് പരീക്ഷിച്ചിരുന്നു നോക്കി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് പ്രയാസപ്പെട്ടു. അവസാനം അലി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു പിണക്കം തീർത്തപ്പോ ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു, മോളെ ഫാത്തിമ, എന്താണ് നിനക്കിത്ര സന്തോഷം ഫാത്തിമ? ഇതിനേക്കാൾ സന്തോഷവതിയായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയാര് തങ്ങൾ ഞാനുമായി പിണക്കത്തിലായിരുന്നു നബിയേ. പക്ഷേ ഞാൻ കുസൃതി കാണിച്ചപ്പോ, ഞാൻ വികൃതി കാണിച്ചപ്പോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പരിശ്രമിച്ചപ്പോ എന്റെ പ്രിയതമൻ പിണക്കം തീർത്തു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഫാത്തിമ, ഭർത്താവുമായി പിണങ്ങിയിരിക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ഫാത്തിമ, എന്റെ സഹോദരിമാരുടെ മനസ്സ് മുമ്പ് കീറേണ്ടുന്ന ഭാഗമാണ്. അവിടെ ഹൃദയത്തിലേക്ക് മുളക് പൊടി വാരി എറിയുന്ന വേദന സഹോദരിമാരുടെ മനസ്സിൽ വരേണ്ട വാക്കാണല്ലാണ്ട് റസൂല് പറഞ്ഞത്. ഫാത്തിമയ്ക്ക് വേണ്ടി നിന്നീ, ഫാത്തിമ എന്റെ കരളാണ്, എന്റെ കരളിന്റെ കഷണമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകർ. ആ ഫാത്തിമയെ പ്രവാചകർ സ്നേഹിച്ചതുപോലെ ഒരു പിതാവിന്റെ ഒരു മകളെ സ്നേഹിക്കാൻ ലോകത്തിന് വരെ കഴിഞ്ഞിട്ടില്ല. പ്രവാചകർ പറയുന്നു, ഫാത്തിമ, നീ ഭർത്താവുമായി പിണങ്ങിയിരിക്കുമ്പോഴാണ്, ഭർത്താവുമായി ഉടക്കിയിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നതെങ്കിൽ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഞാനുണ്ടാവില്ല, നിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഞാനുണ്ടാവില്ല. എത്ര അർത്ഥവത്തായ വാക്കാണ്! ഇതാണൊരു വാപ്പ പറഞ്ഞു കൊടുക്കുന്നത് മോളോട്. അല്ലാതെ മോളെ നീ ധൈര്യമായി ചെന്നു ആണെന്ന് കീഴ്പ്പെട്ടു കൊടുക്കില്ല മോളെ. അവിടെ വേറെ മരുമക്കളുണ്ടല്ലോ, അവരും ജോലി ചെയ്യേണ്ടവരാണല്ലോ. അമ്മായിത്തള്ളയുടെ വാക്ക് കേട്ടിട്ട് എന്റെ പൊന്നുമോള് നീ പതറണ്ട, നിനക്ക് എന്തവര് പറഞ്ഞാലും ഇറങ്ങി വന്നോ, വാപ്പിച്ച് വാഴോടുണ്ടല്ലോ, പിന്നെന്തിന് പേടിക്കണം? പറയാൻ പാടില്ല. മോളെ, നീ ആരെ മോളാ? കരോട്ടൈ ഖാദറിന്റെ മകൾ. അതുകൊണ്ട് അവിടെ പോയി ആർക്കും നീ മുട്ടുമടക്കി കൊടുക്കരുത്, തലവലിച്ചു കൊടുക്കരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായ നേരെ അങ്ങ് പോന്നേ, വാപ്പച്ചി നോക്കും പൊന്നുപോലെ. പറയണേ, വാപ്പച്ചി നോക്കുമെന്നാ പറയണേ. ഇതാണോ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ല, ഇതല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടോ, ഭർത്താവുമായി പിണങ്ങിയിരിക്കുമ്പോഴാണ് അസ്റായീൽ ഫാത്തിമാവിന്റെ റൂഹ് പിടിക്കുന്നതെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിന് ഞാനില്ല. എത്ര അർത്ഥവത്തായ